أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال هل أنتم مطلعون فاطلع فرآه في سواء الجحيم قال تالله إن كدت لتردين ولولا نعمة ربي لكنت من المحضرين أفما نحن بميتين إلا موتتنا الأولى وما نحن بمعذبين إن هذا لهو الفوز العظيم لمثل هذا فليعمل العاملون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ, സന്ദർഭങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന്, അവൻ്റെ പൊരുത്തത്തിന്, സ്വർഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണമെന്ന് ഏവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹു അതിന് നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സൂറത്ത് സ്വാഫാത്തിലെ 53 വരെയുള്ള ആയത്തുകളാണ് നാം മനസ്സിലാക്കിയത്, പഠിച്ചത്. 51-ാമത്തെ ആയത്ത് മുതൽ ഭൗതികമായ ജീവിതത്തിൽ ഉള്ള ഒരു സഹോദരനെ, ഏറ്റവും വലിയ ഒരു കൂട്ടുകാരനെ, കരീനിനെ നാളെ പരലോകത്ത് വെച്ച് വിശ്വാസി ഓർക്കുകയാണ്. മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന ആളായിരുന്നു. ആ നിഷേധിയായ കൂട്ടുകാരൻ ഇവനെ ഉപദേശിച്ചിരുന്നു, ഇവനോട് പലതും പറഞ്ഞിരുന്നു, വിശ്വാസിയോട്. ഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇലാമൻ ഇന്നാ ലമജീനൂൻ. നാം മരണപ്പെടുകയും മണ്ണും എല്ലുകളുമെല്ലാം ആയതിനു ശേഷം നാം പ്രതിഫല നടപടി എടുക്കുന്നവർ ആകുക എന്നത് ഒരിക്കലും സംഭവ്യമല്ല എന്ന നിഷേധ സ്വരത്തിൽ സംസാരിച്ചിരുന്നു. ആ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് അറിയുവാൻ വിശ്വാസിയായ ഈ കൂട്ടുകാരൻ ആഗ്രഹിക്കുകയും അതിനായി തൻ്റെ മറ്റു കൂട്ടുകാരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ് 53-ാമത്തെ ആയത്തിൽ. തുടർന്നു 54-ാമത്തെ ആയത്ത് മുതലും അതിൻ്റെ തുടർച്ചയാണ്. വിശ്വാസിയായ കൂട്ടുകാരൻ തന്നെ ഭൗതികമായ ജീവിതത്തിൽ പിഴപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആ കൂട്ടുകാരൻ്റെ അവസ്ഥ മനസ്സിലാക്കാനുള്ള ഒരു വല്ലാത്ത ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്നു. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറയുന്നു 54-ാമത്തെ ആയത്തിൽ. ഖാല ഹൽ അൻതും മുത്വലിഊൻ. അദ്ദേഹം കൂട്ടുകാരോട് പറയും. ഖാല അദ്ദേഹം പറയും, വിശ്വാസിയായ, പരലോകത്ത് അള്ളാഹുവിൻ്റെ കൽപ്പനാ നിയമ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച ആ വിശ്വാസിയായ മനുഷ്യൻ തൻ്റെ കൂട്ടുകാരോട് പറയും. ഖാല അദ്ദേഹം പറയും, ഹൽ അൻതും മുത്വലിഊൻ. ഹൽ അൻതും നിങ്ങളാണോ മുത്വലിഊൻ ചെന്ന് നോക്കുന്നവർ ആണോ, ചെന്ന് നോക്കാൻ ഉദ്ദേശിക്കുന്നവരാണോ എന്ന് വിശ്വാസിയായ ആ മനുഷ്യൻ തൻ്റെ കൂട്ടുകാരോട് ചോദിക്കുകയാണ്. അവിശ്വാസിയായ, പരലോക നിഷേധിയായ, മരണാനന്തര ജീവിതത്തെ നിഷേധിച്ച ആ മനുഷ്യനെക്കുറിച്ച്, ആ മനുഷ്യനെ ഒന്ന് എത്തി നോക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും വിശ്വാസി. ഫത്വലഅ ഫറആഹു ഫീ സവാഇൽ ജഹീം. ഫത്വലഅ എന്നിട്ട് അദ്ദേഹം എത്തി നോക്കും. അദ്ദേഹം കൂട്ടുകാരോട് പറയും, നിങ്ങൾ എത്തി നോക്കുവാൻ ഉദ്ദേശിക്കുന്നവരാണോ എന്ന് ചോദിച്ചിട്ട് ഫത്വലഅ അദ്ദേഹം എത്തി നോക്കും, അദ്ദേഹം ഒന്ന് പാളി നോക്കും.
ഫറആഹു, അപ്പോൾ അവനെ കാണും. ആര്? ആ പരലോക നിഷേധിയായ അവന്റെ ഖരീനിനെ, അവന്റെ കൂട്ടുകാരനെ അവൻ കാണും. എവിടെ? ഫീ സവാഇൽ ജഹീം, ജ്വലിക്കുന്ന നരകത്തിന്റെ മധ്യത്തിലായി അവനെ കാണുന്നതാണ്. സവാഇൽ ജഹീം, ജ്വലിക്കുന്ന, കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ നടുവിലായി. ഫത്വലഅ ഫറആഹു ഫീ സവാഇൽ ജഹീം, എന്നിട്ട് അദ്ദേഹം എത്തി നോക്കും, അപ്പോൾ അദ്ദേഹത്തെ, അവനെ ജ്വലിക്കുന്ന നരകത്തിന്റെ മധ്യത്തിലായി അവൻ കാണുന്നതാണ്. ഖാല തല്ലാഹി ഇൻ കിത്ത ലതുർദീൻ, പരലോക നിഷേധിയായ ആ മനുഷ്യനെ നരകത്തിന്റെ, കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ മധ്യത്തിൽ കാണുമ്പോ, ഖാല, അദ്ദേഹം അവനോട് പറയുന്നു, വിശ്വാസിയായ മനുഷ്യൻ അവന്റെ കൂട്ടുകാരനായ പരലോക നിഷേധിയായ മനുഷ്യനോട് പറയും, തല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, തല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇൻ കിത്ത, നിശ്ചയമായും നീ ആകുമായിരുന്നു, ലതുർദീന, എന്നെ അപകടപ്പെടുത്തുക തന്നെ ചെയ്യുമായിരുന്നു. ഖാല തല്ലാഹി ഇൻ കിത്ത ലതുർദീൻ, അദ്ദേഹം, ആ വിശ്വാസിയായ മനുഷ്യൻ പരലോക നിഷേധിയായ നരകത്തിന്റെ മധ്യത്തിൽ കാണുന്ന തന്റെ സഹപാഠിയോട്, തന്റെ കൂട്ടുകാരനോട്, ഖരീനിനോട് പറയുന്നു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, തീർച്ചയായും നീ എന്നെ നാശത്തിലകപ്പെടുത്തുമായിരുന്നു. അന്ന് ഭൗതികമായ ജീവിതത്തിൽ, ദുനിയാവിൽ വെച്ച് നീ എന്നെ നാശപ്പെടുത്തിയേക്കുമായിരുന്നു. നിന്റെ കൽപ്പന ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ, നീ പറഞ്ഞത് ഞാൻ അംഗീകരിച്ചിരുന്നുവെങ്കിൽ, നീ എന്നെ നാശത്തിൽ അകപ്പെടുത്തുമായിരുന്നു എന്ന് നരകത്തിന്റെ മധ്യത്തിൽ കാണുന്ന തന്റെ ഖരീനിനോട്, തന്റെ കൂട്ടുകാരനോട് ഈ വിശ്വാസിയായ മനുഷ്യൻ പറയുന്നു. തുടർന്ന്, വലൗലാ നിഅമതു റബ്ബീ ലകുൻതു മിനൽ മുഹ്വരീൻ, നിന്റെ കൽപ്പന ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ, നിന്റെ വിശ്വാസത്തിലേക്ക് ഞാൻ വന്നിരുന്നുവെങ്കിൽ, ഞാനും നാശത്തിൽ അകപ്പെടുമായിരുന്നു, നീ എന്നെ നാശത്തിൽ അകപ്പെടുത്തുമായിരുന്നുവല്ലോ. വലൗലാ, വലൗലാ, ഇല്ലായിരുന്നുവെങ്കിൽ, നിഅമതു റബ്ബീ, എന്റെ റബ്ബിന്റെ നിഅമത്ത്, എന്റെ നാഥന്റെ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ, ലകുൻതു, ഞാനാകുമായിരുന്നു, മിനൽ മുഹ്ളരീൻ, ഹാജരാക്കപ്പെടുന്നവരിൽ ഞാനും ആകുമായിരുന്നു, ഞാനും നിന്നെ പോലെ തന്നെ ആകുമായിരുന്നു. റഹ്മാനായ റബ്ബിന്റെ കാവലാണ്, ആ നാഥനാ, എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച നാഥന്റെ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്റെ റബ്ബിന്റെ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ ഞാനും മിനൽ മുഹ്ളരീന, ഹാജരാക്കപ്പെടുന്നവരിൽ പെടുമായിരുന്നു. നിന്റെ ആ കുതന്ത്രങ്ങളിൽ ഞാനും പെട്ടുപോകുമായിരുന്നു. നിന്റെ ആ ഉപദേശങ്ങളിലും, നിന്റെ ആ കുരുട്ട് ബുദ്ധിയിലും, നിന്റെ ആ നിഷേധത്തിലും ഞാൻ അകപ്പെടാതിരുന്നത് റഹ്മാനായ റബ്ബിന്റെ നിഅമത്ത്, അനുഗ്രഹം അത് എന്നിൽ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് ഈ മനുഷ്യൻ, വിശ്വാസിയായ മനുഷ്യൻ, നരകത്തിന്റെ മധ്യത്തിലായി കാണുന്ന തന്റെ ഏറ്റവും പ്രിയപ്പെട്ട, ദുനിയാവിൽ ഏറ്റവും പ്രിയപ്പെട്ട തന്റെ കൂട്ടുകാരനോട് പറയും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വിശ്വാസിയായ ആ കൂട്ടുകാരൻ അവിശ്വാസിയായ പരലോക നിഷേധിയായ കൂട്ടുകാരനോട് പറയുന്നു, നിന്റെ വിശ്വാസത്തിലേക്ക്, നിന്റെ കൽപ്പനയിലേക്ക് ഞാൻ വന്നിരുന്നുവെങ്കിൽ നിന്നെപ്പോലെ തന്നെ ഞാനും അപകടത്തിൽ പെടുമായിരുന്നു, ഞാനും നിന്നെപ്പോലെ നരകത്തിന്റെ മധ്യത്തിൽ കിടക്കേണ്ടി വരുമായിരുന്നു. എന്റെ റബ്ബിന്റെ നിഅമത്തു റബ്ബി, എന്റെ റബ്ബിന്റെ അനുഗ്രഹം അതൊന്നുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് ആ കൂട്ടുകാരനോട് പറയുന്നു. അത് പറഞ്ഞതിന് ശേഷം പിന്നീട് തന്റെ കൂട്ടുകാരെ അഭിമുഖീകരിച്ചുകൊണ്ട്, വിശ്വാസികളാകുന്ന കൂട്ടുകാരെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുന്ന വാചകമാണ് 58-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നത്. എന്താ പറയുന്നത് കൂട്ടുകാരോട്? ഈ സഹോദരൻ, ഈ വിശ്വാസി, അഫമാ നഹ്നു ബിമയ്യിതീൻ, അഫമാ നഹ്നു ബിമയ്യിതീൻ, ഇനി നമ്മളല്ലല്ലോ, അഫമാ നഹ്നു, ഇനി നമ്മളല്ലല്ലോ, ബിമയ്യിതീൻ, മരണപ്പെട്ടു പോകുന്നവർ അല്ലല്ലോ, ഇനി നാം മരണപ്പെട്ടു പോവുകയില്ലല്ലോ, നാം മരിക്കുകയില്ലല്ലോ. പരലോകത്തെന്ന് പറയാം വിശ്വാസികളോട്, വിശ്വാസിയായ ആ സഹോദരൻ മറ്റു സഹോദരങ്ങളോട് പറയാം, ഇനി നമുക്ക് മരണമില്ലല്ലോ, ഇനി നാം ഒരിക്കലും മരിച്ചു പോവുകയില്ലല്ലോ.
ഇല്ലാ മൗതതനൽ ഊലാ വമാ നഹ്നു ബിമുഅദ്ദബീൻ. ഇല്ലാ മൗതതനൽ ഊലാ, ആദ്യത്തെ മരണമല്ലാതെ ഇനി നമുക്കൊരു മരണമില്ലല്ലോ ഇവിടുന്ന്. വമാ നഹ്നു ബിമുഅദ്ദബീൻ, വമാ നഹ്നു നമ്മളല്ല, ബിമുഅദ്ദബീൻ ശിക്ഷിക്കപ്പെടുന്നവരും അല്ല. ഇല്ലാ മൗതതനൽ ഊലാ വമാ നഹ്നു ബിമുഅദ്ദബീൻ, നമ്മുടെ ആദ്യത്തെ മരണമല്ലാതെ ഇനി നമുക്കൊരു മരണം ഇല്ലല്ലോ, നാം ശിക്ഷിക്കപ്പെടുന്നവരും അല്ലല്ലോ എന്ന് തന്റെ കൂട്ടുകാരോട് ആഹ്ലാദത്തോടെ സന്തോഷത്തോടുകൂടെ ഈ വിശ്വാസിയായ സഹോദരൻ പറയുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഭൗതികമായ ജീവിതത്തിൽ നമുക്ക് പലതരത്തിലുള്ള കൂട്ടുകാരുണ്ടാകും. പല മതത്തിലും പല ഹിസങ്ങളും പല പ്രത്യയശാസ്ത്രങ്ങളും ദൈവനിഷേധികളായ പരലോകനിഷേധികളായ പല ആളുകളും ഉണ്ടാകും. അത്തരം ആളുകൾ പലപ്പോഴും ഭൗതികമായ പല ചിന്തകളും മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുവാൻ, പരലോക വിശ്വാസമില്ലാത്തവരാക്കി മാറ്റാൻ, നിരീശ്വരവാദികളാക്കി മാറ്റാനുള്ള പല ശ്രമങ്ങളും അതിനുള്ള പലതരത്തിലുള്ള വാദഗതികളും അവർ ഉന്നയിക്കും. അങ്ങനെ ഉന്നയിക്കുമ്പോൾ അത്തരം കൂട്ടുകാരുടെ, എന്റെ കൂട്ടുകാരനല്ലേ, അവൻ പറയുന്നത് ഞാൻ അനുസരിച്ചിട്ടില്ലെങ്കിൽ അവന്റെ ഇഷ്ടവും അവന്റെ ചങ്ങാത്തവും നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കി അവന്റെ വാക്കുകളിലേക്ക്, അവന്റെ വിശ്വാസത്തിലേക്ക് ഞാനും നിങ്ങളും പോയി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു ഭവിഷ്യത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരിക്കലും നികത്താൻ കഴിയാത്ത നഷ്ടമാണ്. അവിടുന്ന് ആ പരലോകത്തെത്തിയാൽ പിന്നീട് ആ കൂട്ടുകാരന്റെ വാക്കനുസരിച്ചതിന്റെ പേരിൽ ഉണ്ടാകുന്ന നഷ്ടത്തെയും ആ ശിക്ഷയെയും ഒരിക്കലും തിരുത്താൻ കഴിയില്ല. അവിടെ ചെന്ന് അവൻ നരകത്തിലേക്ക് പോകുമ്പോൾ അവനോടൊപ്പം നരകത്തിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ടാകും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടുകാർ ഏറ്റവും നല്ല കൂട്ടുകാരെയാകണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് തെറ്റുകൾ ഉണ്ടാകുമ്പോൾ ആ തെറ്റുകളിൽ നിന്ന് നന്മയിലേക്ക്, ശരികളിലേക്ക് നിങ്ങളെ നയിക്കുന്ന എന്തെങ്കിലും അപജയങ്ങൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് നിരക്കാത്ത വല്ല പ്രവർത്തനങ്ങളും വല്ല വിശ്വാസങ്ങളും പെരുമാറ്റങ്ങളും വാക്കുകളും നിങ്ങളിൽ നിന്നുണ്ടാകുമ്പോൾ അതിൽ നിന്ന് നിങ്ങളെ തിരിക്കുന്ന, തെറ്റിച്ചു കളയുന്ന, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്ന, അള്ളാഹുവിങ്കലേക്ക് ക്ഷണിക്കുന്ന ചെറിയ ഒരു തെറ്റുകൾ പോലും ഉണ്ടെങ്കിൽ അതിനെ തിരുത്തി തരാൻ കഴിയുന്ന നല്ല മനസ്സുള്ള കൂട്ടുകാരെയാകണം നാം തെരഞ്ഞെടുക്കേണ്ടത്. അല്ലാത്ത വൃത്തികേടിന്റെ വാക്താക്കളാകുന്ന കൂട്ടുകാർ തെരഞ്ഞെടുക്കരുത് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയാനുള്ള കാരണം അതാണ്. ഏറെ ഗൗരവത്തോടുകൂടെ നാം മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ കൂട്ടുകാർ നന്നാകണം, നമ്മുടെ മക്കളുടെ കൂട്ടുകാർ നന്നാകണം. നമ്മുടെ മക്കളുടെ ചങ്ങാതിമാരെ കുറിച്ച് വളരെ കൃത്യമായ ഒരു ബോധവും ചിന്തയും നമുക്ക് ഉണ്ടാകണം. അവർ നല്ലവരാണോ എന്ന ഒരു അന്വേഷണം തീർച്ചയായും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അല്ലെങ്കിൽ പരലോകത്ത് നിന്ന് വരാനുള്ള ഭയാനകരമായ ശിക്ഷയെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് വിവരിച്ചു തരുന്നത്. അതുകൊണ്ട് കൂട്ടുകാർ നമുക്ക് ആവശ്യമാണ്. എല്ലാവർക്കും കൂട്ടുകാരുണ്ടാകും. പക്ഷേ ആ കൂട്ടുകാർ, ആ ചങ്ങാതിമാർ, ആ കരീനുകൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസൃതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവരാകണം. അല്ലെങ്കിൽ ഭൗതികമായ ജീവിതത്തിലല്ല, നാളെ പരലോകത്ത് ഏറ്റവും വലിയ ശിക്ഷക്ക് പാത്രീഭൂതരാകുന്ന അവിടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന വളരെ ശക്തമായിരിക്കുന്ന ഒരു ഉണർത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നൽകുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അവസരങ്ങളെ, സന്ദർഭങ്ങളെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുവാനും നല്ല കൂട്ടുകാരോടൊപ്പം ആ ചങ്ങാതിമാരോടൊപ്പം എല്ലാവരോടൊപ്പം സ്വർഗത്തിൽ ഉന്നതമായ പദവിയിലിരിക്കുന്ന വിധത്തിലുള്ള കൂട്ടുകാരെ തെരഞ്ഞെടുക്കുവാനും ചങ്ങാത്തം കൂടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.